നമസ്കാരം, ഷെർ തിരുവല്ലയാണ്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ തിരുവല്ല കുറ്റപ്പുഴയിലാണ്. അതായത് മുത്തൂർ ജംഗ്ഷനിലോട്ട് തിരിയുന്നതിൻ്റെ സൈഡിലായിട്ടാണ്. ഞാൻ ഇതിൽ പോകുമ്പോൾ നമ്മുടെ ഒരു അച്ചായൻ ഇവിടെ ഇന്ന് കക്കയിറച്ചി വയ്ക്കുന്ന കാണാം. ചില സമയങ്ങളിൽ രാത്രി ഒരു 10 മണി വരെയൊക്കെ ഇവിടെ നിൽക്കുന്ന കാണാം. ഒരു വണ്ടിയിലാണ്, അതുപോലെ തന്നെ കുടയൊക്കെ വെച്ച്. നമ്മൾ ഈ ഒരു അച്ചായനെ നിങ്ങളിലേക്ക് ഇത് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അച്ഛാ നമസ്കാരം. നമസ്കാരം. അച്ഛൻ്റെ പേരെന്താണ്? എൻ്റെ പേര് തമ്പി. തമ്പി. അച്ഛൻ എത്ര നാളായി ഈ ഒരു കക്കയിറച്ചി കച്ചവടം തുടങ്ങിയിട്ട്? 2-3 വർഷം കഴിഞ്ഞു. 3 വർഷം. 3 വർഷം കഴിഞ്ഞു. 3 വർഷം കഴിഞ്ഞു. ഇവിടെ എത്ര മണിക്കാണ് ഇവിടെ കക്കയിറച്ചി കൊണ്ടുവരുന്നത്? ഇവിടെ 4 മണിയാകുമ്പോൾ. 4 മണിയാകുമ്പോൾ. 4 മണി തൊട്ട് 4 മണി തൊട്ട് ചിലപ്പോൾ നേരത്തെ തീരും, ചിലപ്പോൾ തീർന്നില്ല. 9, 10 മണിയൊക്കെ ആവും. ഞാൻ കണ്ടിട്ടുണ്ട് ഏകദേശം ഒരു 10 മണിക്കൊക്കെ അച്ഛൻ ഇവിടെ ഈ ഒരു വണ്ടിയിലാണ് ഇവിടെ ഇരുന്നാണ് കക്കയിറച്ചി ചിലപ്പോൾ നേരത്തെ തീരും കച്ചവടം ചെയ്യുന്നത്. ഇത് എവിടുന്നാണ് ഇത് കൊണ്ടുവരുന്നത്? പുന്നമടക്കായലിൽ നിന്ന്. ഈ ഒരു സ്പോട്ട് ഉള്ളത് നമ്മുടെ കുറ്റപ്പുഴയിലാണ്. കുറ്റപ്പുഴയിൽ നിന്ന് മുത്തൂർ തിരിയുന്ന റൂട്ടിലാണ്. ഇവിടെ ഇരുന്നാണ് ഈ അച്ഛൻ കക്കയിറച്ചി വയ്ക്കുന്നത്. ഏകദേശം ഒരു 4 മണിയാകുമ്പോൾ വരും അല്ലേ? 4 മണി തൊട്ട് കക്കയിറച്ചി തീർന്നില്ലെങ്കിൽ ഒരു 10 മണി വരെ ഇവിടെ അച്ചായൻ കാണും. അപ്പം നമ്മുടെ അച്ചായൻ ഒരു 5 വയസ്സപ്പോൾ പോളിയോ വന്നതാണ്. അത് കഴിഞ്ഞതിന് ശേഷം എന്തായിരുന്നു? പഠിച്ച് പുറത്ത് പോയപ്പോൾ പഠിത്തം നിർത്തി. പിന്നെ ജോലി വേറെ വല്ലതും ഉണ്ടായിരുന്നു? ജോലി തയ്യൽ പഠിക്കാൻ. തയ്യലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ കക്കയിറച്ചി കച്ചവടം. തയ്യൽ നിർത്തി. തയ്യൽ തയ്ച്ചോണ്ടിരിക്കുമ്പോഴാണ് തിരുവല്ല തവയറിലായിരുന്നു തയ്ച്ചോണ്ടിരുന്ന അറ്റാക്കിന്റെ അസുഖം വന്നു. അതോടെ അത് പിന്നെ പണി നിർത്തി. അത് കഴിഞ്ഞ് തുടങ്ങുന്നു. അത് കഴിഞ്ഞിട്ടാണ് അച്ഛൻ ഈ കക്കയിറച്ചി തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ ഇതിലെ പോവുകയാണെങ്കിൽ മാക്സിമം നമ്മുടെ ഇവിടെ അച്ഛൻ്റെ അടുത്ത് കയറാൻ ശ്രമിക്കുക. അച്ഛന് 10 മണി വരെയൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. മഴയൊക്കെ വന്നാൽ ഈ കുടക്കീഴിലാണ്. ഇടിയും മഴയൊക്കെ വന്നാൽ ഇത് കക്കയിറച്ചി തീരാതെ പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മുടെ വീഡിയോ കാണുന്ന ഇതിലെ പോകണമെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ കയറുക. അച്ഛൻ്റെ ഒരു ജീവിത വരുമാന മാർഗ്ഗമാണ് ഈ ഒരു കക്കയിറച്ചി കച്ചവടം. അപ്പോൾ നിങ്ങളെ ഓരോരുത്തരുടെയും ഒരു സപ്പോർട്ട് വേണം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.